ഹലോ ഗായ്സ്, അപ്പം ഇന്ന് നമ്മളൊരു ട്രിപ്പ് പോവാണ്. അപ്പം നമ്മൾ റെഡിയായി, സെറ്റായി, നമ്മൾ ഫ്രണ്ട്സിനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ബാക്കി വിശേഷങ്ങൾ പോകുന്ന സമയത്ത് കാണാം. അങ്ങനെ നമ്മുടെ ഫ്രണ്ട്സൊക്കെ എത്തി, അവർ ലഗേജൊക്കെ കാറിലേക്ക് എടുത്തു വെച്ചുകൊണ്ടിരിക്കുകയാണ്. സോ നമ്മൾ നമ്മുടെ ജേർണി സ്റ്റാർട്ട് ചെയ്തു. ഈ ഒരു ട്രിപ്പിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്താണെന്ന് വെച്ചാൽ 2 of our friends are getting married. സോ നമ്മൾ അവർക്ക് വേണ്ടി ഒരു സർപ്രൈസ് ബാച്ചിലേഴ്സ് പാർട്ടി അറേഞ്ച് ആക്കിയിട്ടുണ്ട്. ഇതുവരെ അവർക്ക് ഒരു ക്ലൂവും കിട്ടിയിട്ടില്ല. അങ്ങനെ നമ്മൾ താമരശ്ശേരി എത്തിയപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം ബാക്കി ഫുഡ് കഴിച്ചിട്ട് ഒരാൾ കൂടെ വരാനുണ്ട്. ഹായ് ഗായ്സ്. അങ്ങനെ നമ്മുടെ ഫുഡൊക്കെ വന്നു. ഇനി ഞങ്ങൾ കഴിക്കട്ടെ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. വയനാട് എത്താനായ സമയത്ത് നല്ല മഴ കിട്ടി. നല്ല അടിപൊളി മഴയായിരുന്നു. എല്ലാവരും ചോട്ടാമുംബൈയിലെ ട്രാക്കിൻ്റെ കൂടെ പാടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അത് മ്യൂട്ടാക്കി, കാരണം കോപ്പിറൈറ്റ് ഇഷ്യൂ എങ്ങാനും അടിക്കുമെന്ന് വെച്ചിട്ടാണ് മ്യൂട്ടാക്കിയത്. അപ്പോൾ എല്ലാവരും പാട്ടൊക്കെ പാടി നല്ല എൻജോയ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ നല്ലൊരു മിന്നൽ കിട്ടി. ആ മിന്നൽ കണ്ടതിൻ്റെ സൗണ്ടാണ് ഇപ്പം നിങ്ങൾ കേട്ടത്. അതിനുശേഷം നമ്മൾ നല്ല പാട്ടൊക്കെ പാടി അടിച്ചു പൊളിച്ചു. അങ്ങനത്തെ നമ്മൾ വയനാട്ടിലെത്തിയിട്ടുണ്ട്. നമ്മൾ സ്റ്റേ ഒക്കെ എടുത്തത് ലക്കിടിയിലായിരുന്നു. അവിടെ ഒരു അടിപൊളി റിസോർട്ടിലായിരുന്നു. അവിടെ എത്തുന്ന സമയത്തൊക്കെ നല്ല മഴയാണ്. നമ്മൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഫൈനലി നമ്മൾ നമ്മുടെ റിസോർട്ടിൽ എത്തിയിട്ടുണ്ട്. നല്ല അടിപൊളി റിസോർട്ടായിരുന്നു. ഇതാണ് അവിടുത്തെ പൂൾ വ്യൂ. റിസോർട്ടിൻ്റെ കൂടുതൽ വീഡിയോസൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല, സമയം കിട്ടിയില്ല. ബട്ട് ഈ റൂം നല്ലൊരു എസ്തെറ്റിക് മൂഡിലുള്ള റൂമായിരുന്നു. നല്ലൊരു ആംബിയൻസ് ആയിരുന്നു ഈ റൂമിൽ. നമ്മൾ ബാച്ചിലേഴ്സ് പാർട്ടീൻ്റെ ഡെക്കറേഷൻസ് ഒക്കെ ഇവിടെ സെറ്റാക്കാമെന്നാണ് വിചാരിക്കുന്നത്. നോക്കാം. പിന്നെ ഇതാണ് ആ റൂമിൻ്റെ ബാൽക്കണി വ്യൂ. അങ്ങനെ ബോയ്സിനെല്ലാം പൂളിലേക്ക് പറഞ്ഞയച്ചിട്ട് നമ്മൾ ഡെക്കറേഷൻ സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ ഡെക്കറേറ്റ് ചെയ്തു. ഇവിടെ പോയി കഴിഞ്ഞാൽ നല്ലൊരു വ്യൂ ഉണ്ട്.
അങ്ങനെ നമ്മളെല്ലാവരും റെഡിയായി. നമ്മളെല്ലാവരും ഒരു ബ്ലാക്ക് തീമാണ് എടുത്തിട്ടുള്ളത്. എല്ലാവരും ബ്ലാക്ക് കളർ ഡ്രസ്സൊക്കെ ഇട്ട് അടിപൊളിയായി വന്നിട്ടുണ്ട്. നമ്മുടെ ഗ്രൂംസിനെ അറിയില്ല, ഗ്രൂംസിൻ്റെ അടുത്ത് പറഞ്ഞത് ഒരു പേസ്റ്റൽ കളർ ഓഫ് ഷെയ്ഡിലുള്ള എന്തെങ്കിലും ഡ്രസ്സ് ഇട്ട് വരാനാണ്, ഒരു ഗ്രൂപ്പ് പിക്ക് എടുക്കാൻ വേണ്ടിയിട്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവർ ഒന്നും അറിഞ്ഞിട്ടില്ല നമ്മൾ ബ്ലാക്ക് സെറ്റ് ചെയ്തൊന്നും. നമുക്ക് നോക്കാം അവരെന്ത് കളർ ഡ്രസ്സ് ഇട്ടിട്ടാണ് വരുന്നതെന്ന്. സോ നമ്മുടെ ഗ്രൂംസ് ഇത് എത്തിയിട്ടുണ്ട്, പാർട്ടി ഓണായി. സോ ബാക്കി വിശേഷങ്ങൾ നിങ്ങൾ കണ്ടോളൂ. അങ്ങനെ അവർ കേക്ക് കട്ട് ചെയ്തു. പ്രോഗ്രാം നല്ല അടിപൊളിയായിരുന്നു, നമ്മളെല്ലാവരും അടിച്ചു പൊളിച്ചു. ഇതാണ് ചാരു ക്രിസ്റ്റി. ചാരുവിൻ്റെ മാരേജ് നവംബറിലും ക്രിസ്റ്റിയുടെ ഡിസംബറിലുമാണ്. ഇതാണ് നമ്മുടെ ഗ്രൂം ടു ബീസ്. സോ ഇതിൻ്റെ ഇടയ്ക്ക് വേറൊരു ചെറിയ സെലിബ്രേഷൻ കൂടെ ഉണ്ടായിരുന്നു, ഇവരുടെ 10 years ഓഫ് ഫ്രണ്ട്ഷിപ്പിൻ്റെ സെലിബ്രേഷൻ. അങ്ങനെ ഒരു കേക്ക് കട്ട് ചെയ്തു. അത് കണ്ട് ഞാനും വിസ്മയും ബാക്കിൽ നിൽക്കുകയാണ്. നമ്മൾ ഇതിലില്ല ഗൈസ്. സോ നമ്മുടെ ബാച്ചിലേഴ്സ് പാർട്ടി സെലിബ്രേഷനൊക്കെ അടിപൊളിയായി അവിടെ കഴിഞ്ഞു. എന്നിട്ട് നമ്മൾ ഗ്രില്ല് ചെയ്യാൻ വേണ്ടി പോയി. അങ്ങനെ ഗ്രില്ലൊക്കെ ചെയ്ത് നമ്മൾ അവിടെ നിന്ന് തന്നെ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ അതിനുശേഷം നമ്മൾ പൂളിലിറങ്ങി. നമ്മളൊരു പൂൾ ഡാൻസ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രാക്ടീസാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അന്നത്തെ ദിവസം അത്രയേ ഉള്ളൂ. പിന്നെ പിറ്റേ ദിവസം നമ്മളിതാ രാവിലെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ നമ്മൾ നമ്മുടെ റിസോർട്ടിൽ നിന്ന് ഇറങ്ങി. ഇനി നേരെ പോകുന്നത് നമ്മൾ ഷിജിലാലിൻ്റെ വീട്ടിലേക്കാണ്. ഇന്നത്തെ ഫുഡ് അവിടെയാണ്. സോ എനിക്ക് അവിടുത്തെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം എല്ലാവരും പോകുന്ന വഴിക്ക് അട്ട അടിച്ചു. അപ്പം അതിൻ്റെ ഒരു ഇതിൽ നിൽക്കുകയായിരുന്നു എല്ലാവരും. സോ ആ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ അതേ നമ്മൾ ഷിജിലാലിൻ്റെ അടുത്ത് ബൈ ബൈ ഒക്കെ പറഞ്ഞ് നമ്മൾ നാട്ടിലേക്ക് തിരിക്കുകയാണ്. വരുന്ന വഴിക്ക് നമ്മൾ ചായവാലിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു ചായ കുടിക്കാൻ വേണ്ടിയിട്ട്.
സോ നമ്മളിതേ വയനാട്ടിൽ നിന്ന് ഇറങ്ങി. കുറച്ച് അങ്ങോട്ടേക്ക് എത്തിയപ്പോഴേക്കും നല്ല മഴയായിരുന്നു, നമുക്കൊന്നും കാണാൻ പറ്റിയിട്ടുണ്ടായില്ല, നല്ല ഹെവി റെയിൻ ആയിരുന്നു. അങ്ങനെ നമ്മുടെ ഈ ട്രിപ്പ് ഇവിടെ കഴിഞ്ഞു. നല്ലൊരു ട്രിപ്പായിരുന്നു, എല്ലാവർക്കും ഓർത്ത് വയ്ക്കാൻ നല്ലൊരു മെമ്മറബിൾ ഡേ ആയിരുന്നു. നമ്മളെ ബാച്ചിലേഴ്സ് പാർട്ടിക്ക് നമ്മൾ വിചാരിച്ച പോലെ തന്നെ അടിപൊളിയായി കഴിഞ്ഞു. അവർ ശരിക്കും സർപ്രൈസ് ആയി പോയി. ഇനി നമ്മൾ ഇവരുടെ വെഡ്ഡിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. സോ ഇതുപോലത്തെ അടിപൊളി വീഡിയോസ് കാണാനായി ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.